സാറേ പറയാ സാറേ ഓ സാറേ ഇതിന്ന് 2-3 നോട്ടീസ് ഇളകി കളയട്ടാ. ആ ഇളക്കണ്ട അത് തന്നെ പോയിക്കോളും. സാറേ എന്താ കാര്യം? എന്റെ ഭർത്താവിന്റെ പൈസയുടെ കാര്യം അറിയാൻ വേണ്ടി വന്നതാ. നേരെ ഒന്ന് വെളുക്കട്ടെ അമ്മച്ചി. സാറേ കാലിന് വയ്യാത്തതാണ്, 3 ബസ്സൊക്കെ കയറിയാണ് വന്നത്. പുറത്ത് ബെഞ്ചിട്ടിട്ടുണ്ട്, 3 പേരും കൂടി അവിടെ പോയിരിക്കും. നിങ്ങൾ എന്തിനാണ് ഈ കാല് വയ്യാത്ത തള്ളയും കൊണ്ട് അതിരാവിലെ തന്നെ കയറി വന്നത്? എന്നെ ആരും കൊണ്ടുവന്നതല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നതാ. കൂടെ വരേണ്ട ആളൊക്കെ പോയില്ലേ? എവിടെ പോയി? എൻ്റെ അച്ഛൻ മരിച്ച കാര്യമാണ് പറഞ്ഞത്. എന്താ അറിയേണ്ടത് പറ. ഇത് അദ്ദേഹത്തിന്റെ പാസ്ബുക്കാണ്. ഇതിൽ എത്രയുണ്ടെന്നൊന്നും അറിയില്ല. കുറച്ച് പൈസ എടുക്കണം. ഇതിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ ഓഫീസർ വരണം. ആ നിങ്ങൾ വന്നത് നല്ല നേരത്താണ് കേട്ടാ. സാറത് അകത്തോട്ട് പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ 1-2 പേര് അകത്തോട്ട് ചെല്ലി. എല്ലാവരും കൂടെ കയറി ചെല്ലണ്ട. ചെല്ലി നിങ്ങളെങ്ങോട്ട് പോകണം? അകത്ത് എവിടെ? അമ്മേരെ എവിടെ പോകണം? ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ 2 പേര് പോയാൽ മതി. ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കോ? ഒപ്പിടണ്ടേ? ഒപ്പ അമ്മ ഇട്ടോളൂ. കാല് വയ്യാത്ത കാലുകൊണ്ടല്ലേ ഒപ്പിടുന്നത്? ഇരിക്കൂ. എന്താ മച്ചി കാര്യം? സാറേ ഞാൻ ഇവിടുന്ന് പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന മഹാദേവൻ പിള്ളയുടെ ഭാര്യയാണ്. ഈ പാസ്ബുക്കിലുള്ള പൈസ എടുക്കാൻ വേണ്ടി. ഓ നോട്ടെ. ഇതിലിപ്പോ അവകാശിയുടെ പേരൊന്നും വെച്ചിട്ടില്ലല്ലോ ഇതില്. ഇതെന്തൊരു മര്യാദ ഇല്ലാത്ത പരിപാടിയാണ്. എന്തൊരു അകത്തോട്ട് കയറി പോയത് എന്റെ അമ്മായിയമ്മയാണ്. അമ്മായിയമ്മ അകത്തോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ അമ്മായിയമ്മ തിരിച്ചിറങ്ങി വരും. അവരെ കയ്യിരിക്കണ പാസ്ബുക്കിലെ കാശ് എന്റെ മോക്കും എന്റെ ഭാര്യയും കൂടെ അവകാശപ്പെട്ടതാണ്. അതിന് നീ തള്ളയും മോനെയും കൂടെ അകത്തോട്ട് കയറ്റി വിട്ടത് അവരുടെ കാശ് തള്ളയ്ക്ക് അകത്തിരുന്ന് മോൻ കൊടുക്കാനുള്ള പരിപാടിയല്ലടാ. ഒരുമാതിരി വൃത്തിയായിട്ട് സംസാരിക്കല്ലേ? എനിക്ക് ഇനി എത്ര കമ്മീഷൻ കിട്ടും? കമ്മീഷനാ? മര്യാദയ്ക്ക് സംസാരിച്ചാൽ ഞാൻ പോലീസിനെ വിളിക്കാം. മര്യാദയ്ക്കായിട്ട് സംസാരിക്കണം. നീ എല്ലാത്തോട്ട് കയറ്റി വിട്ടത് എന്നാ പുറത്തിരിക്കാൻ പറഞ്ഞിട്ട്. മാമ നിങ്ങൾ നടങ്ങി നിങ്ങൾ വെളി പോയി. നിന്റെ അമ്മയുടെ സഹോദരനാണ്. ഞാൻ ഒരു കാര്യം പറയാം. നീ ചെള്ളായിട്ട് കുത്തണം. അത് അറിയാതെ കാര്യം കൊണ്ടാ നിങ്ങൾ മര്യാദയ്ക്ക് പോയി വെളി നിൽക്കി. അറിയാതെ കാര്യം കൊണ്ടത് നീ അടിയണ എന്നെ അടി. ഞാൻ താമസിക്കണം എവിടെ ഇറങ്ങി പോവൻ. ഞാൻ താമസിക്കണം എവിടെ അറിയാം. നിങ്ങൾ മാമ അങ്ങോട്ട് നീക്കി. എന്താ സുന്ദരേശ, എന്താ ഇവിടെ ബഹളം? ഞാൻ പറയാം സാറേ, ആ പാസ്ബുക്കിലെ കാശ് എന്റെ ഭാര്യയ്ക്ക് എന്റെ മോക്കും കൂടെ അവകാശപ്പെട്ടാണ്. ഈ പാസ്ബുക്കിലെ കാശിന് ആരും അവകാശികളല്ല. മഹാദേവൻ പിള്ള കാശ് ഇട്ടപ്പോ ഇതിൽ അവകാശികളുടെ പേര് വെച്ചിട്ടില്ല. അതെന്താ വയ്ക്കാത്തത്? അത് മരിച്ചുപോയ എന്റെ അമ്മായിയപ്പനെ വിളിച്ചു ചോദിക്കും. അതെ സുന്ദരേശ, കാര്യം ചെയ്താൽ ഇതിന് എന്താ നടപടികൾ വേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സാർ ഇനി ഇവിടെ കിടന്ന് കൂവരുത്. സാറ് പറഞ്ഞത് കേട്ടാ, ഇവിടെ കിടന്ന് കൂവരുതെന്ന്. ഇവിടെ ഞാൻ കൂലല്ലേ, കാര്യമല്ലേ പറഞ്ഞത്. ഇപ്പൊ നോക്കട്ടെ. നീ എന്റെ ദേഹത്ത് കൊണ്ടിട്ടാ നീ അവരെ കൂടെ ചേർന്ന് കളിക്കുന്ന കളി. അവള് വീട്ടിൽ വന്നിരിക്കും മോള്. ഒരു കാര്യം ചെയ്യൂ, ആദ്യം ഇങ്ങനെ ഒന്ന് വെളിയിലോട്ട് ആക്കുമോ നിങ്ങൾ ദയവ് ചെയ്ത്. ഞങ്ങളെ കാല് പിടിക്കാം. അമ്മ വില്ലേജ് ഓഫീസിൽ പോകണം. പോയിട്ട് മരിച്ചുപോയ മഹാദേവൻ പിള്ള അമ്മയുടെ ഭർത്താവാണ്, അമ്മ താമസിക്കുന്ന ആ വില്ലേജിലാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ട് വരണം കേട്ടാ. കൊണ്ടുവരാം. നിങ്ങൾ അമ്മ ഒരു വില്ലേജിലാണോ താമസം? അല്ല സാർ, ഞാൻ വേറെ വില്ലേജിലാണ്, വാടകയ്ക്കാണേ. അപ്പൊ നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ പോയി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടി വരും. പിന്നെ ഈ പാസ്ബുക്കിലെ തുക നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സമ്മതമാണെന്നുള്ളൊരു സമ്മതപത്രം എഴുതി തരേണ്ടി വരും. ഞാൻ എഴുതി കൊടുക്കണം. അതെ. അതുപോലെ നിങ്ങളെ ഭാര്യയെ കൊണ്ട് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ചോണം. ഞാൻ വാങ്ങിക്കോളാം. കഴിഞ്ഞുകൊണ്ട് കുറെ നേരമായിട്ട് സംസാരിക്കും. ആ സർട്ടിഫിക്കറ്റുകളെല്ലാം കൂടി ഇനി താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല സാറെല്ലാം സൂചന കൂടെ ഓഫീസറുടെ അടുത്ത് പോയി പറഞ്ഞാൽ പോരെ കാശ് അമ്മയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ നമുക്ക് എടുത്തങ്ങ് കൊടുത്താൽ മതിയല്ല കാശ്. അത് തന്നെ ഞാൻ പറഞ്ഞത്, അങ്ങനെ എടുത്ത് കൊടുക്കാം. നീ കിടന്ന് ചാടയല്ലേ ഇവിടെ കിടന്നു. നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷകളൊക്കെ ഞങ്ങൾ മുകളിലോട്ട് അയക്കും. എന്നിട്ട് പിന്നെ ഗസറ്റിൽ പരസ്യപ്പെടുത്തും. അതെന്തിനാ സാറേ പരസ്യം ചെയ്യണേ? മരിച്ചുപോയ മഹാദേവൻ പിള്ളക്ക് വേറെ ഭാര്യയോ മക്കളോ മറ്റു അവകാശികളോ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും പറയല്ലേ സാറേ. പിന്നൊരു കാര്യം, ഇനി വരുമ്പം നിങ്ങൾ 2 പേരും മാത്രം വന്നാൽ മതി. ശരി. ഞാനും വരും. ഞാനും വരും. മിക്കവാറും ഈ പൈസ വാങ്ങിക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. അളിയാ വാ. ചെല്ലി എന്താണ്ടാ വിളിക്കുന്നത്? അളിയന് മച്ചമ്പിയൊക്കെ പോയി. ഞാൻ ഇവിടെ ഉള്ളതാണ്. എവിടെ? ഇവിടെ തന്നെ ഉള്ളതാണ്. എനിക്ക് ഇവിടെ അല്ല, എനിക്ക് വേറെ പിടിപാടുണ്ട്. വേറെ പിടിപാട് മിക്കവാറും പളനി പോയിരിക്കും. പളനിയിലൊന്നും പോകില്ല. പളനിയിൽ നീ പോയിരിക്കും കേട്ടാ.